ജീവിതം ചിലപ്പോഴൊക്കെ നമുക്ക് വലിയ തിരിച്ചടികൾ നൽകും. പല ആളുകളും ആ തിരിച്ചടിയിൽപ്പെട്ട് തകർന്ന് തരിപ്പണമാകും. പക്ഷെ ചില ആളുകളുണ്ടല്ലോ, അവർ ആ തിരിച്ചടിയെ ഊർജ്ജമായി ഉൾക്കൊണ്ടുകൊണ്ട് കുതിച്ച് ഉയരുന്നത് കാണാം. മൈൻഡ് സോപ്പ് 78-ാം ദിവസം. ഞാൻ കഴിഞ്ഞ ദിവസം ആലുവയിൽ വെച്ച ഒരു സ്ത്രീയെ കണ്ടു. അവര് 32 വർഷങ്ങൾക്ക് മുമ്പ് വിധവയായതാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് പിന്നീട് പുനർവിവാഹത്തെ കുറിച്ച് ചിന്തിച്ചില്ല? അവർ പറഞ്ഞു, എന്റെ മക്കളെ നോക്കി അവരെ ഒരു വലിയ നിലയിലാക്കുവാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഞാൻ റിട്ടയർ ആയി. എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ വിധവകളെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വലിയ കമ്മ്യൂണിറ്റി എനിക്കുണ്ട്. അതിൽപ്പെട്ട അവരെ ഞാനിപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്റെ ജീവിതകാലത്ത് ഇത്രയും വർഷം 32 വർഷം ഞാൻ അനുഭവിച്ച വേദന, യാതനകൾ, എന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞാൻ സഹിച്ച കുറെ ത്യാഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിധവകൾക്ക് അത്തരമൊരു സാഹചര്യങ്ങൾ ഞാൻ അനുഭവിച്ച പോലുള്ള വേദനകൾ ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ എംപവർ ചെയ്യുക, വിഡോ എംപവർമെന്റ് എന്ന പ്രോഗ്രാമായിട്ട് ഞാൻ ഇപ്പോൾ ജീവിക്കുകയാണ്. ധാരാളം പേർക്ക് പുതിയ ആശ കൊടുക്കുവാനും അവർ സപ്പോർട്ട് ചെയ്യുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ എന്റെ ജീവിത ലക്ഷ്യം എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് വരുന്ന കാര്യത്തെ പോലും അതിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഐറ്റം, ഒരു സന്ദേശം കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ എങ്ങനെ വേറൊരു ആംഗിളിലൂടെ കാണാൻ സാധിക്കും, എങ്ങനെ വേറെ ഒരു ആംഗിളിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് ഒരു പർപ്പസ്, പുതിയ ഒരു പർപ്പസ് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് എനിക്കിത് തന്നു ദൈവമേ എന്ന് നമ്മൾ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ആ ചോദ്യത്തിന് പകരം ഞാൻ ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ദുരന്തം കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ നെഗറ്റീവ്സ് പോലും, വലിയ തീരാ ദുഃഖങ്ങൾ പോലും നമുക്ക് പുതിയ ഒരു ജീവിത ലക്ഷ്യം, ഒരു പുതിയ പർപ്പസ് തന്നേക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.